കർഷകരുടെ കൂട്ടാത്മഹത്യ. 3 മാസത്തിനിടെ ആത്മഹത്യ ചെയ്തത് 767 കർഷകർ. വിദർഭ മേഖലയിലുള്ളവരാണ് ഭൂരിഭാഗവും ആത്മഹത്യ ചെയ്യുന്നത്. അതേസമയം മരിച്ചവരിൽ 200 പേർ സഹായത്തിന് അർഹരല്ലെന്നും ബി.ജെ.പി. സർക്കാർ വാദിക്കുകയാണ്. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അബ്ദുൾ റഷീദ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. മോദി സർക്കാരിന്റെ കാർഷിക നയത്തിന്റെ ഇരകളായി കൂടി ഇവർ മാറുന്നുണ്ട്. അക്ഷത, തീർച്ചയായും NDA സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് മഹാരാഷ്ട്രയിലെ ആത്മഹത്യാ നിരക്കുകൾ വർദ്ധിച്ചു വരുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ 767 കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമസഭയിലാണ് NDA സർക്കാരിനെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ കാർഷിക കേന്ദ്രമായിട്ടുള്ള വിദർഭ മേഖലയിൽ നിന്നുള്ളവരാണ് ഈ ആത്മഹത്യ ചെയ്തതിൽ ഭൂരിഭാഗവും ആളുകൾ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ കാലാവസ്ഥ വ്യതിയാനത്തിലും അതോടൊപ്പം മിനിമം താങ്ങുവിലയിലൊക്കെ തന്നെ ഈ കർഷകർക്ക് വലിയ തിരിച്ചടിയാവുകയും കർഷകരെ NDA സർക്കാർ കൈയൊഴുകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ക്രമാതീതമായി കർഷകർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിദർഭക്ക് പിന്നാലെ യവത്മൽ, അമരാവതി, അക്കോള, ബുൽദാന, വാസിം എന്നിവിടങ്ങളിലും കർഷകർ ആത്മഹത്യ ചെയ്തതായാണ് വിവരം. ഈ കർഷക ആത്മഹത്യ വർദ്ധിക്കുന്നതിനിടെ പോലും മരിച്ച പലർക്കും സഹായത്തിന് പോലും അർഹരല്ല അവർ എന്നൊരു വാദം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ബി.ജെ.പിയുടെ ആ വാദത്തിന്റെ ന്യായീകരണം എന്താണ്? NDA സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങളായിരുന്നു, മോഹന വാഗ്ദാനങ്ങളായിരുന്നു കർഷകർക്ക് നൽകിയിരുന്നത്. എന്നാൽ ഈ മരണപ്പെട്ട, അതായത് ആത്മഹത്യക്ക് ശേഷം 200ഓളം വരുന്ന കർഷകർ സഹായത്തിന് അർഹരല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. അതായത് ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ള ഒരു ന്യായം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ NDA സർക്കാർ ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നത്. സമയം മറ്റു കർഷകർക്ക് ഇത്തരത്തിൽ സഹായം നൽകുന്നുണ്ട് എന്നുള്ള ഒരു അവകാശവാദം കൂടി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. അതേസമയം ഈ കർഷകർക്ക് ഈ സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഇതുവരെയും NDA സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഈ മഹാരാഷ്ട്ര മന്ത്രിയായിട്ടുള്ള മകരാന്ത് പട്ടേൽ ഇക്കാര്യം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും NDA സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. കാരണം അധികാരത്തിലേറി 6 മാസം പിന്നിടുമ്പോൾ 767 കർഷകരുടെ ആത്മഹത്യയാണ് മഹാരാഷ്ട്രയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വലിയ രീതിയിൽ കർഷകർക്കൊക്കെ തന്നെയും തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ താങ്ങുവിലകൾ, മിനിമം താങ്ങുവില ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള വിവിധ ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഈ വിദർഭയിലെ മറ്റു മേഖലകളിലുള്ള കർഷകരൊക്കെ തന്നെയും ഈ സർക്കാരിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ തന്നെയും കർഷകരെ കൈയൊഴിയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ NDA സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന ഒരു കണക്കുകളാണ് ഇപ്പോൾ NDA സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, 3 മാസത്തിനിടെ 800ഓളം കർഷകർ മഹാരാഷ്ട്രയിൽ മാത്രം ആത്മഹത്യ ചെയ്തുവെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാർഷിക നയത്തിന്റെ ഇരകളായി കൂടി ഈ അന്നദാതാക്കൾ മാറുകയാണ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.